നടക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ വികസനത്തിൽ നിന്നും ഔദ്യോഗികമായി പിന്മാറിയിരിക്കുകയാണ് അർജന്റീന. തന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ തുടർച്ചയായാണ് അർജന്റീനയുടെ തീവ്ര വലതുപക്ഷ പ്രസിഡന്റായ ഹാവിയർ മിലി ബ്രിക്സ് സഖ്യത്തിൽ അർജന്റീനയെ എടുക്കേണ്ടതില്ല എന്ന കത്ത് അംഗരാജ്യങ്ങൾക്ക് കൈമാറിയത്. പ്രസിഡന്റ് മിലയുടെ പരസ്യപ്രഖ്യാപനങ്ങൾ ചൈനയോടും അതിന്റെ രാഷ്ട്രീയ ചട്ടക്കൂടിനോടുമുള്ള അദ്ദേഹത്തിന്റെ കടുത്ത വിയോജിപ്പിന്റെ പ്രതിഫലനമാണ് എന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. ബ്രിക്സിൽ നിന്ന് വേർപെടുത്താനുള്ള അർജന്റീനയുടെ തീരുമാനത്തിന് സുപ്രധാന ഘടകമായി ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം എടുത്തുകാട്ടുകയുണ്ടായി. തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം ചൈന വിരുദ്ധ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. ചൈനയുമായുള്ള എല്ലാ ഉടമ്പടികളും ഉടനടി റദ്ദു ചെയ്യുമെന്ന് മിലൈ പറഞ്ഞിരുന്നുവെങ്കിലും ഉടനടിയുള്ള നയംമാറ്റം പ്രായോഗികമായി സാധ്യമല്ല എന്നതാണ് വസ്തുത. എന്നാൽ കഴിഞ്ഞ ബ്രിക്സ് സമ്മേളനത്തിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ് തന്നെ നേരിട്ട് അർജന്റീനിയൻ പ്രസിഡന്റിനെ ബ്രിക്സിൽ ചേരാൻ ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ചൈനയിലെ അർജന്റീനയുടെ അംബാസഡർ അർജന്റീനയെ ഗ്രൂപ്പിൽ ചേരാൻ ഷീ വ്യക്തിപരമായി ക്ഷണം നൽകിയതായി വെളിപ്പെടുത്തിയിരുന്നു. 2024 ജനുവരി 1 ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയ്ക്കൊപ്പം അർജന്റീനയുടെ അംഗത്വവും പ്രാബല്യത്തിൽ വരുമെന്ന് ഓഗസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ അർജന്റീന പിന്മാറിയിരിക്കുന്നത്. വളരെയധികം അമേരിക്കൻ ബന്ധമുള്ള രാജ്യമാണ് അമേരിക്ക. അർജന്റീനയിലെ പരമ്പരാഗത പാർട്ടികളെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് ഹാവിയർ മിലിയുടെ വരവ്. ഒരു കടുത്ത ക്യാപിറ്റലിസ്റ്റായ അദ്ദേഹം തൻ്റെ മുൻഗാമികളുടെ തെറ്റായ സാമ്പത്തിക നയങ്ങളെ തിരുത്തി രാജ്യത്തെ പാശ്ചാത്യ ചേരിയിലേക്ക് അടുപ്പിക്കും എന്ന പ്രചാരണമാണ് നടത്തിയത്. ലാറ്റിൻ അമേരിക്കൻ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് കക്ഷികൾക്ക് കനത്ത തിരിച്ചടി നൽകിയാണ് തീവ്ര വലതുപക്ഷ നേതാവ് ഹാവിയർ മിലി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യത്ത് പതിറ്റാണ്ടുകളായി തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഇടതുപക്ഷം അടക്കമുള്ള പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാതെ വന്നതാണ് പുതുമുഖമായ മിലിക്ക് ഗുണമായത്. സെൻട്രൽ ബാങ്ക് പിരിച്ചുവിടൽ, നിരവധി അമേരിക്കൻ രാജ്യങ്ങളുടെ പൊതുനാണയമായ പെസോ ഒഴിവാക്കൽ, ചെലവ് ചുരുക്കൽ തുടങ്ങിയവയാണ് മിലി മുന്നോട്ട് വച്ചിരിക്കുന്ന പരിഷ്കാര നിർദ്ദേശങ്ങൾ. ലോകബാങ്കിന് $4400 കോടി വായ്പയാണ് അർജന്റീന തിരിച്ചടയ്ക്കാനുള്ളത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 56% വോട്ടാണ് മിലിക്ക് ലഭിച്ചത്. US പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെയും ബ്രസീൽ പ്രസിഡന്റായിരുന്ന ജയർ ബോൾസനാരോയുടെയും രാഷ്ട്രീയധാരയുടെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്ന നേതാവാണ് ഹാവിയർ മിലി. 2 വർഷം മുമ്പാണ് ലിബർട്ടാസ് അവൻസ എന്ന പാർട്ടിയുമായി അർജന്റീന രാഷ്ട്രീയത്തിൽ അദ്ദേഹം സാന്നിധ്യമറിയിക്കുന്നത്. ടിക്ടോക്കിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലുമാണ് മിലി പ്രചാരണം കൊഴുപ്പിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 7% വോട്ടിന് പിറകിലായെങ്കിലും രണ്ടാം ഘട്ടത്തിൽ മധ്യ വലതുപക്ഷത്തിൻ്റെ പിന്തുണ കൂടി ആർജിച്ചാണ് പകുതിയിലേറെ വോട്ടുകളുമായി അധികാരം പിടിച്ചത്. ഏറെ നാളായി അധികാരം കൈയാളുന്ന പെറോണിസ്റ്റ് സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി സെർജിയോ മാസ 44% വോട്ടുമായി പിന്നോട്ടു പോയിരുന്നു. തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം.